മമ്മൂട്ടി പ്രധാന വേഷത്തിലെത്തിയ ഭ്രമയുഗം ബോക്സ് ഓഫീസിൽ വലിയ വിജയമാണ് നേടിയത്. ചിത്രത്തിൽ മമ്മൂട്ടി തൻ്റെ പ്രകടനം കൊണ്ട് കയ്യടി നേടുമ്പോൾ ഞെട്ടിച്ച മറ്റൊരു നടൻ കൂടിയുണ്ട്, സിദ്ധാർത്ഥ് ഭരതൻ. മലയാളികളുടെ സ്വന്തം ഭരതൻ്റെയും KPC ലളിതയുടെയും മകൻ നടനായി സിനിമയിലെത്തി പിന്നീട് സംവിധായകനായി കയ്യടി നേടിയ താരമാണ് സിദ്ധാർത്ഥ്. അഭിനയത്തെക്കാൾ കൂടുതൽ സംവിധാനത്തിലായിരുന്നു സിദ്ധാർത്ഥിന് താല്പര്യം. ഇതിനിടെ അപ്രതീക്ഷിതമായി കയറി വന്ന അപകടവും സിദ്ധാർത്ഥിനെ കുറച്ചു കാലം സിനിമയിൽ നിന്നും മാറ്റി നിർത്തിയിരുന്നു. ഭ്രമയുഗത്തിലൂടെ അഭിനയത്തിലേക്ക് ശക്തമായി തിരികെ വന്നിരിക്കുകയാണ് സിദ്ധാർത്ഥ്. ഇപ്പോഴിതാ ഗൃഹലക്ഷ്മിക്ക് നൽകിയ അഭിമുഖത്തിൽ തൻ്റെ അപകടത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് സിദ്ധാർത്ഥ്. മരണത്തെ മുഖാമുഖം കണ്ട അപകടത്തെപ്പറ്റിയാണ് സിദ്ധാർത്ഥ് സംസാരിക്കുന്നത്. 2015 സെപ്റ്റംബറിലായിരുന്നു അപകടം. മെഡിക്കൽ സപ്പോർട്ടും പ്രിയപ്പെട്ടവരുടെ പിന്തുണയും ലഭിച്ചതുകൊണ്ടാണ് അപകടത്തിൽ നിന്ന് കരകയറിയത്. ആ സമയത്ത് ജിഷ്ണു എന്നെ വന്ന് കണ്ടിരുന്നു. അമ്മ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എഴുന്നേറ്റ് നടക്കാൻ പറ്റണം, ഒറ്റപ്പെടാൻ അനുവദിക്കാതെ എല്ലാവരും എപ്പോഴും കൂടെയുണ്ടായിരുന്നുവെന്നാണ് സിദ്ധാർത്ഥ് ഭരതൻ പറയുന്നത്. തനിക്ക് അവസരങ്ങൾ ലഭിക്കാൻ അമ്മ ഒരിക്കലും ആരോടും അപേക്ഷിച്ചിട്ടില്ലെന്നാണ് സിദ്ധാർത്ഥ് പറയുന്നത്. നല്ല അവസരങ്ങൾക്കായി ക്ഷമയോടെ കാത്തിരിക്കാനും സ്വയം കഴിവ് തെളിയിച്ച് മുന്നോട്ട് പോവാനും പഠിച്ചത് അമ്മയിൽ നിന്നാണ് എന്ന് സിദ്ധാർത്ഥ് പറയുന്നു. 15-ാം വയസ്സിൽ അച്ഛനെ നഷ്ടപ്പെട്ടു. ഒരുപാട് ജീവിത പാഠങ്ങളൊന്നും അച്ഛനിൽ നിന്നും പകർത്താൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ പിന്നീട് ഓർത്തെടുക്കുമ്പോൾ ഒരുപാട് അർത്ഥം തോന്നുന്നുവെന്നും സിദ്ധാർത്ഥ് പറയുന്നു. അമ്മയെ മിസ് ചെയ്യുമ്പോൾ അമ്മ അഭിനയിച്ച സിനിമകൾ കാണാറുണ്ട്. അപ്പോൾ എനിക്ക് അമ്മയുടെ ശബ്ദം കേൾക്കാം, ആ രൂപം കാണാം എന്നാണ് സിദ്ധാർത്ഥ് പറയുന്നത്. അമ്മ ഇന്നില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാം. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയാനും കേൾക്കാനുമൊക്കെ സുഖമുണ്ട്. എങ്കിലും അതൊന്നും യാഥാർത്ഥ്യമല്ലല്ലോ. അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങളും ഓർമ്മകളും എല്ലാം വളരെ പേഴ്സണലാണ്. മാനസികമായി അമ്മ കൂടെ തന്നെ ഉണ്ടെന്നും സിദ്ധാർത്ഥ് പറയുന്നു. ഭ്രമയുഗത്തിന് ശേഷം നടൻ എന്ന നിലയിൽ ലഭിക്കുന്ന സ്വീകാര്യത മുന്നേ കിട്ടേണ്ടതായിരുന്നുവെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ തോന്നിയിട്ടില്ലെന്നാണ് സിദ്ധാർത്ഥ് പറയുന്നത്. ചെയ്ത കഥാപാത്രങ്ങൾ നല്ലതായിരുന്നെങ്കിൽ അന്നേ സ്വീകാര്യത ലഭിക്കുമായിരുന്നു. ആരോ പറഞ്ഞതുപോലെ ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല. കഥാപാത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ കിട്ടി, അതിൽ സന്തോഷം. ഇനി മുന്നോട്ട് നീങ്ങാം എന്നാണ് സിദ്ധാർത്ഥ് പറയുന്നത്. നമ്മൾ എന്ന ചിത്രത്തിലൂടെയാണ് സിദ്ധാർത്ഥ് സിനിമയിലെത്തുന്നത്. പിന്നീട് സ്പിരിറ്റ് അടക്കമുള്ള സിനിമകളിൽ അഭിനയിച്ചു. സ്പിരിറ്റിലെ പ്രകടനം കയ്യടി നേടുകയും ചെയ്തു. ഇതിനിടെയാണ് അദ്ദേഹം സംവിധായകന്റെ കുപ്പായമണിയുന്നത്. നിദ്ര, വർണ്ണ്യത്തിൽ ആശങ്ക, ചന്ദ്രേട്ടൻ, എവിടെയോ ഒടുവിൽ ചതുരം എന്നീ സിനിമകൾ സിദ്ധാർത്ഥ് സംവിധാനം ചെയ്തതാണ്. ഭ്രമയുഗത്തിൽ വെപ്പുകാരന്റെ കഥാപാത്രം അവതരിപ്പിച്ചാണ് സിദ്ധാർത്ഥ് ഭരതൻ ഓൺ സ്ക്രീനിലേക്ക് ശക്തമായി തിരികെ എത്തുന്നത്.